ഹലോ, എല്ലാവർക്കും ലാവണ്യാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ്. എനിക്ക് ചെമ്മീൻ കിട്ടിയിട്ടുള്ളത് വലുത് ചെറുത് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ചെമ്മീനാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് കളർ, ഇങ്ങനെ മേലെ ഒരു ബ്ലാക്ക് കളർ സാധനം ഉണ്ടാവും, അതും കൂടി വലിച്ചെടുത്ത് കളയണം കേട്ടോ. ചിലർക്കത് വയറുവേദന ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് കളയണമെന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു പകുതി ലെമൺ ജ്യൂസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായി തിരുമ്മി കൊടുക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ടൈം വെക്കണം. അതിന് ശേഷം ഇത് ഒരു പാൻ എടുക്കുക, അടുപ്പിൽ വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മളുടെ ഒരു അരമണിക്കൂർ മുളക് ഉപ്പൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോരോ ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ നോക്കണം കേട്ടോ. എല്ലാവിടെയും ഒരേപോലെ വേവണം. നമ്മളെന്തായാലും റോസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇതേ ഒരു ബ്രൗണിഷ് ആകുമ്പോഴേക്കും നമുക്കൊന്നത് മറിച്ചിടുക. എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട ശേഷം 2 സൈഡ് മറിച്ചിടുക. ദേ വെന്ത് വന്നിട്ടുണ്ട്. ഈ കളർ ആകുമ്പോഴേക്കും നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയും മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് ഒന്നിൽ ഫുള്ളായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ രണ്ടാമത്തെ തവണ ഇതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കോരി എടുത്തൊരു വേറെ പാത്രത്തിലാക്കി നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഇതിൽ ഫുള്ള് ഞാൻ ചുവന്നുള്ളി ആയിട്ട് ഇടണേ. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇതിൽ ഫുള്ള് കുഞ്ഞുള്ളിയാണ് ശരിയാക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. ഒരു 10-25ഓളം കുഞ്ഞുള്ളി, ചുവന്നുള്ളി എന്ന് പറയും, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുവന്നുള്ളി ആഡ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ബ്രൗണിഷ് ആവുന്ന വരെ ഒന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ചെറിയ തീയിലിടാൻ ശ്രദ്ധിക്കണേ എല്ലാവരും, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉള്ളിയൊക്കെ അങ്ങനെ കരിഞ്ഞ് വരും. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടിത് വഴന്ന് കിട്ടണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേഗം വഴന്ന് കിട്ടും. പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ എന്തിന് വഴറ്റുകയാണെങ്കിലും കുറച്ചൊരു നുള്ളു ഉപ്പ് എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്, വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റി ചെറിയ തീയിലിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. കാശ്മീരി ഒരു ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്, നിറച്ചൊരു ടീസ്പൂൺ. അപ്പോൾ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയ ശേഷം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് നന്നായിട്ട് വഴന്ന ശേഷം അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന ശേഷം തക്കാളി നന്നായിട്ട് വേവണം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് തക്കാളി പെട്ടെന്ന് വെന്ത് വരും, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക എണ്ണയിൽ തന്നെ. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കതിനെ തക്കാളി എല്ലാം കൂടി ഒന്ന് അതിൻ്റെ പച്ചമണം എല്ലാം മാറും, ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വെള്ളം വറ്റണ വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ തക്കാളിയും വെന്ത് കിട്ടും, ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ചു വരും. വെള്ളം വറ്റണ വരെ ഒന്ന് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് വറ്റി വന്നിട്ടുണ്ട്, തക്കാളി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പരുവാകുമ്പോഴേ ഒന്ന് ജസ്റ്റ് ഉപ്പ് നോക്കിക്കൊള്ളണം കേട്ടോ. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഈ സമയം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഫുള്ള് മസാല എല്ലാം ഒന്ന് യോജിച്ച ശേഷം ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരും. കണ്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റി
ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും അങ്ങനെ എന്നതൊന്നുമില്ല, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം.